ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? എന്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നുള്ളതാണ് കേട്ടോ. അത് എല്ലാ യൂട്യൂബേഴ്സും തല പൊഞ്ഞ് ഓടുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കണ്ടന്റ് എന്തുണ്ടാക്കണം എന്നൊക്കെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇപ്പോഴാണല്ലോ കണ്ടന്റ് ഇടാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആലോചന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കടയിൽ കയറുന്നത് കേട്ടോ. കടയിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മളുടെ എനിക്ക് നൊസ്റ്റാൾജിയ പറഞ്ഞ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സംഭവമാണ്. പഴയ പഴയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് വാങ്ങിക്കുക. ഒന്നാമത് പെണ്ണാണല്ലോ വർഗം, അപ്പൊ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചു കിട്ടുക എന്നുള്ള ഒരു പ്രാന്ത് കൂടെ എനിക്കുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ മോളെയും കൂട്ടി ഞാൻ ഒരു കടയിൽ കയറിയപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടുട്ടോ. എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കണം, അത് പറയാട്ടോ. എന്താണെന്നറിയോ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മുട്ടകൾ കുറച്ച് ഞാൻ അവിടെ കാണാനിടയുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് ശരി, അപ്പൊ അത് കൊള്ളാലോ, അപ്പൊ ഇന്നത്തെ കണ്ടന്റ് അതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടോ. അപ്പൊ ഏതാണ്ടൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവില്ലേ? അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? വായോ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടു നോക്കിയാലോ. ഞാനത് കവറിലാണ് കേട്ടോ അവരെല്ലാം പാക്ക് ചെയ്തത്, പക്ഷെ ഞാൻ കവറെ ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഈ വീഡിയോയിലൂടെ എല്ലാം പൊട്ടിക്കാന്ന് കരുതി ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് അറിയണ്ടേ? ഓക്കെ, അപ്പൊ ഞാൻ ഇത് നമ്മൾ പൊട്ടിക്കുന്നു. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ പ്ലേറ്റിലേക്ക് കൂടെയാണ് ഞാൻ ഇടാൻ പോണത്. ആദ്യം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ പണ്ടത്തെ പുളിമുട്ടായിട്ടോ. അപ്പൊ ഞാനൊരു മൊത്തം ഞാൻ വാങ്ങിച്ചു. ഇവിടെ 2 ഉണ്ടായിരുന്നു, അത് ഓൾറെഡി 2 നമ്മുടെ മക്കളെടുത്ത് കഴിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ആയിട്ട് വാങ്ങിച്ചത്. അപ്പൊ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇടാം. ഓക്കെ, എല്ലാം ഇടുന്നില്ല കേട്ടോ, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നമുക്കൊരു 2 ഒക്കെ മതിയോ? ഓക്കെ, നമുക്ക് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്നറിയോ? കടലമുട്ടായി. പണ്ടത്തെ ടേസ്റ്റ് ഉണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അയ്യോ സിസേഴ്സ് എടുത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇത് ഞാന് സൈഡിലേക്ക് ഞാൻ കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അത് ഞാന് 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ആളെ എണ്ണം കൂടുതലാണ്, അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരുക്ക് ഓലുമുട്ടായില് ഇതൊരു കാറ്റാടി. നമ്മൾ കാറ്റാടി മിഠായി നമ്മൾ പറയണേ, എല്ലാവരും അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ പണ്ടത്തെ ടേസ്റ്റ് ഇതും ഉണ്ടോ എന്നുള്ളതൊന്ന് നമുക്കൊന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒന്നെന്നെ ഞാൻ വെക്കുന്നുള്ള, ബാക്കിയുള്ളത് ഞാൻ ഒരെണ്ണെടുത്ത് മാറ്റുവാണ്. ഇനി അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവറെടുത്ത് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് നമ്മുടെ ഈ കവറിലാണ് കേട്ടോ. ഇതൊരു വീഡിയോ ആക്കി എടുക്കാന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതെല്ലാം കൂടെ വാങ്ങിയത്. ഇല്ലെങ്കിൽ എല്ലാം ഞാൻ വാങ്ങില്ല, കുറേശ്ശായിട്ട് ഞാൻ വാങ്ങാറുള്ളൂ. ഓക്കെ, അവർ ഭദ്രമായിട്ടൊക്കെ കവർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് എന്താണെന്നറിയോ? നമ്മുടെ കടലമുട്ടായി മീൻസ് കടലവരിപ്പി ഞാൻ ഈ സൈഡിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. എന്തായാലും ഓക്കെ, ഒരു 2 ഇടാം. വേണ്ട അല്ലേ, ഒന്നുകൂടി ഇരിക്കട്ടെ. ഈശ്വര, ഓക്കെ ഇരിക്കട്ടെ. അപ്പൊ ഇത് ഞാൻ സൈഡിലേക്ക് ഞാൻ മാറ്റി വെക്കാം കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഇനി അടുത്തത് നമ്മുടെ ചവിലായി മുട്ടായി. ഇത് പണ്ടത്തെ ടേസ്റ്റ് എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ചവിലായിക്ക് ഇല്ല, പക്ഷെ എന്നാലും നമ്മുടെ നൊസ്റ്റാൾജിയ ആണല്ലോ എല്ലാം വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കണേ. അപ്പൊ ഞാനിതൊരു 3 ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് മൊത്തം വെള്ളപ്പാവാണ്, പണ്ടത്തെ ടേസ്റ്റ് ഇല്ല, എന്നാലും ഞാനൊരു 3 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആണല്ലോ ഇങ്ങനെ ഒരു പുളിമുട്ടായി വരണേ. ഇത് ശരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നറിയോ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ നമുക്ക് പുളി ഉണ്ടാവും. ഇപ്പോഴൊക്കെ പുളിമരമൊക്കെ ഉള്ളത് വളരെ റയറാ. അപ്പൊ പുളിമരം നമ്മൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോ വല്ലവരുടെ വീട്ടിലെ പുളിയൊക്കെ ഉണ്ടാവും. അപ്പൊ താഴെയൊക്കെ വീണ് കിടക്കുന്നുണ്ടാവൂലേ. അപ്പൊ നമ്മളൊക്കെ എന്തേലും നമ്മളത് തെറുക്കും. ഓക്കെ, അപ്പൊ പഴുത്ത് പുളിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്തേലും അതിലെ തൊലിയൊക്കെ നമ്മൾ മേൽഭാഗം കുറച്ച് കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ പഞ്ചസാരയൊക്കെ ഒന്നിട്ട് ഈർക്കിലെടുത്ത് കുത്തിയിട്ട് നമ്മൾ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സെയിം ടേസ്റ്റ് ആണ് ഇത്. പക്ഷെ ഇപ്പൊ എന്താ, കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറി വരാണല്ലോ. അപ്പൊ അതിപ്പോ ഒരു പാക്കറ്റ് ആയിട്ടാ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും പുളിയില് നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര കലക്കിയ ടേസ്റ്റ് തന്നെ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ അതൊന്നൊരു കുറച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇക്കര മുട്ടിയാലും കടിക്കാൻ കിട്ടാത്ത സാധനം
ഇതിനെന്താ പറയാ, ഞങ്ങൾ ഇവിടെ കമ്പർക്കട്ട് എന്നാണ് കേട്ടോ പറയാ. നിങ്ങൾ എന്താ പറയാന്നുള്ളത് അറിയില്ല കുറച്ചു പേര്, കാരണം നമ്മളുടെ ഓരോ സ്ഥലങ്ങളില് നമ്മൾ പല പേര് അതിനെ വിളിച്ചുകൊണ്ടിരിക്കണേ. ഇതിന്റെ പേര് കമ്പർക്കട്ട്. ഓക്കെ, ഞങ്ങൾ പറയുന്നത് കമ്പർക്കട്ട്. അപ്പൊ ഞാൻ കമ്പർക്കട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മളെ കറക്കുമുട്ടായി. കറക്കുമുട്ടായി ഞാൻ 4-5 എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇതും ഞാൻ സൈഡിലേക്ക് വെക്കണം. അപ്പൊ കറക്കുമുട്ടായി എന്ന് പറയുമ്പോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും നമുക്കൊന്ന് പറയാം. അതൊരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചോണ്ടാട്ടോ ഞാൻ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചേ. ഓക്കെ, അപ്പൊ ഡോറ വന്നതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ഫോണിലൊരു ഷേക്ക് വന്നത്. ഓക്കെ, കുഴപ്പമില്ല, നമ്മുടെ കുട്ടിയല്ലേ, എല്ലാവരും ഒന്ന് ക്ഷമിച്ചു കളയാം. ഓക്കെ, അപ്പൊ ഇത് കറക്കമുട്ടായി. കറക്കമുട്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫിംഗറിൽ രണ്ടിലും ഇങ്ങനെ ഇടുന്നു, ഇങ്ങനെ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ കറക്കുന്നു. അവസാനം ഇങ്ങനെ വലിച്ചു 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 വലിച്ച് ഇങ്ങനെ നമ്മള് സ്കൂളിൽ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഇതുപോലെ മുട്ടായി വാങ്ങിയിട്ട് ഇതുപോലെ കളിച്ച് കളിച്ച് കളിച്ചിട്ടാണ് വരാറ്. അവസാനം ഈ മുട്ടായി എപ്പോഴാണ് വായിലേക്ക് പോകണമെന്നറിയോ? അവസാനം നമ്മൾ ഈ കയറെല്ലാം ഈ ഒരു നൂലെല്ലാം ഇങ്ങനെ കറക്കി 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 പൊട്ടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഈ മുട്ടായൊക്കെ കഴിക്കണേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ കഴിക്കണേ. ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മളുടെ അതും കഴിഞ്ഞു. ഞാൻ തേൻമുട്ടയും സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ കണ്ടില്ല, പക്ഷെ തേൻമുട്ടയും കൂടെ കണ്ടതിട്ട് ഇതിൽ വെച്ചാറുന്നുണ്ടെങ്കിൽ അടിപൊളി ആയനല്ലേ. പക്ഷെ എനിക്കത് മറന്നു പോയിട്ടോ, ഞാൻ അവിടെ ഏതും കണ്ടില്ല, കാണാത്തതുകൊണ്ടാണ് എനിക്കത് വാങ്ങാൻ പറ്റാത്. പക്ഷെ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് എനിക്ക് തേൻമുട്ടായി ഓർമ്മ. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ഇത്രയും ഐറ്റംസ് നമുക്കിവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കഴിച്ചുകൊണ്ടിരുന്ന സാധനം. ഇതിപ്പോ തന്നെ എനിക്ക് വായിക്കൂടെ വെള്ളം വരാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഞാനിത് നമ്മുടെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. അപ്പൊ എന്താ പറയാ, ഞാൻ ഇതിൽ കുറച്ച് മുട്ടായി ഉണ്ട്, ഞാൻ അതും കൂടെ ഞാൻ ഒരു കവറിലേക്ക് ഇടുക കേട്ടോ. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് കളയാനുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം കൂടെ ഒരു കവറിലേക്ക് ഇട്ടിട്ട് ഇനി അവസാനം വീഡിയോ കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്ത് കഴിക്കാൻ പോവാട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാം എടുത്തൊന്ന് മാറ്റുവാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് ഇതിൽ എത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കല്ലേ? എന്തായാലും നമുക്കിത് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇങ്ങനെ കാണുന്നതും നമ്മൾ സൂം ചെയ്തിട്ട് ഈ പ്ലേറ്റിലെല്ലാം കൂടെ കാണുന്ന തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര വ്യത്യാസം കേട്ടോ. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലെ? വായോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ എത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കിയാലോ? 1, 2, 3, 4, 5, 6, 7, 8 ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കടകളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഉണ്ടാവും, കാരണം നമ്മൾക്ക് ഇനി പുളിപ്പൊടി വരാനുണ്ട്, തേൻമുട്ടായി വരാനുണ്ട്. ഓക്കെ, എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഈ 2 മാത്രമേ എനിക്ക് വരാനുള്ളൂ കേട്ടോ. ഓക്കെ, എന്തായാലും എനിക്കത് ആ ഒരു മൈൻഡ് എനിക്ക് പോയില്ല ഫ്രണ്ട്സ്, ഇല്ലെങ്കിൽ ഞാൻ അതുകൂടെ ഞാൻ വാങ്ങിച്ചേനെ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നമുക്ക് ഓരോന്നിന്റെ ഒന്ന് എടുത്ത് നോക്കിയാലോ? അതല്ലേ ശരി? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലെ ആദ്യം എടുത്ത് കഴിക്കാൻ ഉദ്ദേശിച്ചത് എന്താ പറയാ, നമ്മുടെ കടലമുട്ടായി. മീൻസ് കളറുള്ള കടലമുട്ടായി ഉണ്ടല്ലോ, അതാണ് ഞാൻ കഴിക്കാൻ നോക്കണേ. അത് പണ്ടത്തെ ടേസ്റ്റ് ഉണ്ടോന്നുള്ളത് നമുക്കൊന്ന് എന്തായാലും ഒന്ന് അറിഞ്ഞു നോക്കാം കേട്ടോ. ഓക്കെ, ഉണ്ട് കേട്ടോ, ഉണ്ട്. കാരണം നമ്മൾ പണ്ട് കഴിക്കുമ്പോ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ആ ടേസ്റ്റ് എനിക്ക് ഇതിലുണ്ട് കേട്ടോ, എനിക്ക് കിട്ടിയായിരുന്നു. കൊള്ളാം. ഇനി അടുത്തുണ്ടോ നോക്കാൻ? പുളിമുട്ടായി പിന്നെ എല്ലാവർക്കും അറിയാലോ, സെയിം. ഓക്കെ, ഇത് ഞാൻ കഴിച്ചു നോക്കുന്നില്ല. ഓക്കെ, നോക്കാം, കഴിച്ചു നോക്കാല്ലേ? ഓക്കെ, ഞാൻ കുഴിയില്ലാത്തൊരു ഭാഗം എടുക്കാട്ടോ. ഓക്കെ, ഇത് ഇഷ്ടമാണ്, ഞാൻ കഴിച്ചെന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കമ്പർക്കട്ട് എന്ന് പറയുമ്പോ ഇപ്പൊ കടിച്ചു കഴിഞ്ഞാലും കിട്ടില്ലല്ലോ, എന്തായാലും നോക്കാം. ഓക്കെ, ഗായ്സ് രക്ഷയില്ല, അവസാനം ചുറ്റി കൊണ്ട് പൊട്ടിക്കണം എന്നാ തോന്നണേ. പണ്ടത്തെ ആ ഒരു മധുരം എന്തോ എനിക്ക് ഇല്ലാത്ത പോലെ കേട്ടോ. പക്ഷെ അത് എനിക്ക് കടിച്ചിട്ട് കിട്ടണില്ലല്ലോ, അതാണല്ലോ കമ്പർക്കട്ട്. കടിച്ചിട്ട് കിട്ടണില്ല, പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോ എനിക്ക് പണ്ടത്തെ ആ ഒരു മധുരം എന്തോ എനിക്ക് ഇല്ലാത്ത പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്യണു. ഓക്കെ, അപ്പൊ ഞാൻ സൈഡിലേക്ക് ഞാൻ മാറ്റുവാണേ, മീൻസ് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കടിച്ചത് കൊണ്ട്. ഓക്കെ, ഇനി അടുത്തത് വരുമ്പോ നമ്മുടെ കടല പരിപ്പ്. ഇത് പല മോഡലാണല്ലോ, ഉണ്ടയായിട്ടുണ്ട്, നമ്മൾ സ്ക്വയർ ആയിട്ട് വരുന്നുണ്ട്, പാക്കറ്റിൽ അതല്ലാതെ വരുന്നുണ്ട്, റൗണ്ടിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വാങ്ങിച്ചത് ഉണ്ടയാട്ടോ, ഉണ്ടയാണ്. ഓക്കെ, ഞാൻ ടേസ്റ്റ് നോക്കാം. ഇത് അടിപൊളിയാ, അത് പിന്നെ എപ്പോഴും കഴിക്കുന്നതുകൊണ്ട് ഇത് അടിപൊളിയാ. നമുക്കിനി അടുത്തത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡായിട്ട് പോകുന്ന നമ്മുടെ ഇപ്പോഴത്തെ മോഡലുള്ള പുളിമുട്ടായി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ശരിക്കും
പുളിയില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ട് ഇവർക്കെല്ലാം കുത്തി കഴിഞ്ഞാൽ എന്താ ടേസ്റ്റാ? അതന്നെ ഉള്ളത്, ശരിക്കും പുളിയാട്ടോ. ഇനി ഇതാണ്, ഇനി അടുത്ത നമുക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയേണ്ടത്. എന്തായാലും ഒന്ന് നോക്കാട്ടോ. പണ്ടത്തെ ആ ടേസ്റ്റ് എനിക്കെന്തോ കിട്ടാത്ത പോലെ. മധുരം ഉണ്ട്, എല്ലാം ഉണ്ട്, ചെറുതായിട്ടൊരു മണ്ണ് തിന്നുന്ന ഒരു ഫീല് എനിക്ക് പണ്ടത്തെ ടേസ്റ്റിൽ കിട്ടിയില്ല കേട്ടോ. എന്റെ ഫീലാണേ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുമ്പോ നമ്മളിതെ കൊച്ചു കുട്ടികളെ കുറ്റം ചെയ്താൽ കോല് മുട്ടായി ഡായി ഡായി. ഓക്കെ, ആ മുട്ടായി ഇത് നമ്മളിങ്ങനെ കടിക്കുന്നു, കടിച്ച് കടിച്ച് കടിച്ചു തിന്നുന്നു. അവസരം നമ്മളുടെ കൈ കാറ്റടി എന്ന് പറഞ്ഞ സാധനം വെക്കുന്നു. അവസരം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുമ്പോ എന്താ ചെയ്യാ, അങ്ങനെ ആയിക്കോട്ടെ ഒറ്റ പറത്തി വിടല. ഓക്കെ, അപ്പൊ ഞാനിതൊരു ടേസ്റ്റ് നോക്കാൻ പോവാണേ, എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ. ഫ്ലോപ്പാട്ടോ, പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഒരു ചെറുതായിട്ട് പോലും ഇല്ല. ഓക്കെ, ഞാൻ എന്റെ ഫീലാ പറഞ്ഞത്. മറ്റുള്ളവർക്ക് ഇതെന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് നോക്കിയിട്ട് നമ്മുടെ ഈ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടണം കേട്ടോ. ഇനി അടുത്ത് എന്താ കഴിക്കാനുള്ളത്? അടുത്തത് ചവിലായി. ഇത് നോക്കാനേ ഇല്ല, കാരണം എന്താ പറയുക, നമ്മുടെ പണ്ടത്തെ ടേസ്റ്റിന്റെ ഒരു ശതമാനം പോലും നമ്മുടെ ഈ മുട്ടായിൽ ഇല്ല. ഇത് ശരിക്കും ഇപ്പൊ വരുന്നത് ശരിക്കും ഇതെല്ലാം അങ്ങോട്ട് പാവ് വെച്ചിട്ട് ഇതാക്കിയ പോലെ വരണേ. പക്ഷെ ഞാൻ നമ്മളുടെ ആ ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ടേസ്റ്റ് നോക്കാം. പല്ലിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്ന മാത്രം മിച്ചം, ശരിക്കും വെള്ളപ്പാവ്. ഓക്കെ, അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ സ്കൂൾ കാലഘട്ടം നമ്മൾ പോയി നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളെല്ലാം ആലോചിക്കും കേട്ടോ. ഞാൻ എല്ലാം ആലോചിച്ചു, ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ എല്ലാം ആലോചിച്ചു. ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് നടന്നു വരുന്നത്, അതുപോലെ സ്കൂൾ വിട്ടിട്ട് പോകുമ്പോഴും പോകുമ്പോഴൊക്കെ ഈ മുട്ടായി വാങ്ങി കളർ എന്നെ കളർ വാട്ട് കളർ എന്നൊക്കെ കളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്, അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ. അതൊന്നും നമ്മളുടെ ആ കാലഘട്ടം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ലവേ ഇല്ല. ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിലെ വണ്ടി വരുന്നു, നേരെ സ്കൂളിൽ കൊണ്ട് ഇറങ്ങുന്നു, അവിടുന്ന് തിരിച്ച് വണ്ടിയിൽ കയറുന്നു, നേരെ സ്കൂളിലേക്ക് വരുന്നു. നമ്മളെന്ന് പറയുമ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ നടന്നിട്ട് നമ്മൾ പോണേ. അപ്പൊ ഈ നടന്നു പോകുന്ന സമയത്താണ് നമ്മളുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് നമ്മളെ ഈ പറഞ്ഞ പോലെ കളികളൊക്കെ കളിച്ചിട്ട് വരണേ. അപ്പൊ ഇതുപോലെ ഈ ഐറ്റംസ് ഒക്കെ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ഞാനിപ്പോ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എത്ര പേര് നമ്മുടെ പണ്ടത്തെ ആ ഒരു സ്കൂളിലെ കാലഘട്ടമൊക്കെ എത്ര പേര് ആലോചിച്ചിട്ടുണ്ട്? എല്ലാവരും ഈ മിഠായികള്, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും മിസ് ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? എല്ലാവരും നമ്മുടെ വീഡിയോയിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്ത്, സബ് ചെയ്ത്, ഹൈപ്പ് ചെയ്ത്, ബെൽ ബട്ടൺ അമർത്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫ്രണ്ട്സ്, ലവ് യു ഓൾ, ബൈ.